സത്യത്തിൽ എന്താണ് ആഴ്സണലിന്റെ പ്രശ്നം? എല്ലാ സീസണും മുന്നോട്ട് പോകും, പിന്നെ അവസാന നിമിഷത്തിൽ താഴേക്ക് ഇറങ്ങും. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ നടക്കുന്നത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു കടുത്ത റേസാണ്. മുന്നിൽ ആഴ്സണൽ, പിന്നിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ പിന്തുടരുന്ന മാഞ്ചസ്റ്റർ സിറ്റി. പോയിന്റ് വ്യത്യാസം വലുതൊന്നുമല്ല, അതുകൊണ്ട് ഓരോ മത്സരം പോലും വലിയ പ്രാധാന്യമുള്ളതായിരിക്കുന്നു. ആഴ്സണലിന് ഒരു ചെറിയ പിഴവ് മാത്രം മതി എല്ലാ സീസണിലെയും പോയ ഈ സീസണും താഴേക്ക് പോകാൻ. ആഴ്സണൽ ഈ സീസൺ തുടങ്ങിയത് അടിപൊളിയായി തന്നെ. കളി നോക്കിയാൽ തന്നെ മനസ്സിലാകും, എല്ലാം ഒരു പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത്. പിന്നിൽ നിന്ന് ബൈൽഡ് ചെയ്യുന്നത്, മിഡ്ഫീൽഡിൽ ബോൾ കൺട്രോൾ, മുന്നിലേക്ക് വേഗത്തിൽ പോകുന്നത്, ഇതെല്ലാം ക്ലിയർ ആയി നമുക്ക് കാണാം. ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളാണ് മൈക്കൽ അർട്ടേറ്റ. അവൻ എന്നത്തെയും പോലെ ടീമിനെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഈ സീസണും. ഓരോ കളിക്കാരനും എന്ത് ചെയ്യണമെന്ന് ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കുന്ന കോച്ച്. സീസൺ തുടക്കത്തിൽ വളരെ സ്ട്രോങ് ആയി തന്നെയാണ് ആഴ്സണൽ കാണപ്പെട്ടിരുന്നത്. പക്ഷേ പ്രശ്നം ഇവിടെ തുടങ്ങുന്നു. സീസൺ മുന്നോട്ട് പോകുമ്പോൾ അതേ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഴ്സണലിന് ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം അവരുടെ കളി വളരെ എനർജി എടുത്ത് കളിക്കേണ്ടതാണ്. എല്ലാ പ്ലേയേഴ്സും ഹൈ ഫോക്കസിൽ ഇരിക്കണം. അത് 38 മാച്ചസ് മുഴുവനും സെയിം ലെവലിൽ കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ല. കൂടാതെ സ്ക്വാഡ് ഡെപ്ത് സിറ്റി പോലെയുള്ള വലിയ ടീമിനെ അപേക്ഷിച്ച് സ്ട്രോങ് കുറവാണ്. ഒരു രണ്ട് പ്രധാന പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ പെർഫോമൻസ് ആഴ്സണലിന് കുറയും. ഇതുകൊണ്ടാണ് അവസാന ഭാഗത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരുന്നത്. ഡ്രോവും അൺഎക്സ്പെക്റ്റഡ് ലോസ്, ഇതൊക്കെയാണ് ടൈറ്റിൽ സ്ലിപ്പ് ആവാൻ കാരണമാകുന്നത്. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി കുറച്ച് ഡിഫറന്റ് ആണ്. അവരുടെ കോച്ച് പെപ് ഗാർഡിയോള, അവൻ ടീമിനെ സ്ലോ ആയി ബിൽഡ് ചെയ്യുന്നു. തുടക്കത്തിൽ അവർ പെർഫെക്റ്റ് ആവില്ല, പക്ഷേ സീസൺ അവസാനത്തോടു കൂടി അവർ പീക്ക് ലെവലിലേക്ക് എത്തും. അതാണ് അവരുടെ സ്ട്രെങ്ത്. സിറ്റിയുടെ വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് സ്ക്വാഡ് ഡെപ്ത് ആണ് അവരെ ഇത്ര വലിയ ടീമാക്കിയത്. പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ പോലും മറ്റൊരാൾ അതേ ലെവലിൽ കളിക്കും. കൂടാതെ അവർക്ക് ഗെയിം മാനേജ് ചെയ്യാൻ അറിയാം. 1-0 ലീഡ് ഉണ്ടെങ്കിൽ പോലും അവർ കാമായി അൺനെസസറി റിസ്ക് എടുക്കില്ല. കൺട്രോൾ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർ ലാസ്റ്റ് ബേസിൽ ഡേഞ്ചറസ് ആകുന്നത്. ഇപ്പോൾ ആഴ്സണലും സിറ്റിക്കും ഇടയിലെ ഒരു വലിയ ഡിഫറൻസ് എന്താണെന്ന് അറിയാമോ? ആഴ്സണൽ നല്ല കളികൾക്കും ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ സിറ്റി പ്രാക്ടിക്കലായി കളിക്കും, മാച്ച് ജയിക്കാൻ ഫോക്കസ് ചെയ്യും. ആഴ്സണൽ ചിലപ്പോൾ ഗെയിം കൺട്രോൾ ചെയ്തിട്ടും പോയിന്റ് നഷ്ടപ്പെടാറുണ്ട്, പക്ഷെ സിറ്റി അതേ സിറ്റുവേഷനിൽ മാച്ച് ജയിക്കുകയും ചെയ്യും. ഇപ്പോൾ സിറ്റുവേഷൻ ക്ലിയർ ആണ്. ആഴ്സണൽ മുന്നിലാണ്, പക്ഷേ പ്രഷർ അവർക്ക് മാത്രമാണ്. അവർക്കിനി ഓരോ മാച്ചും ആൾമോസ്റ്റ് ജയിക്കേണ്ടതുണ്ട്. ഒരു ഡ്രോ പോലും അവർക്ക് റിസ്കിയാണ്. മറുവശത്താകട്ടെ മാഞ്ചസ്റ്റർ സിറ്റി കാത്തിരിക്കുകയാണ് ആഴ്സണൽ ഒന്ന് സ്ലിപ്പ് ചെയ്യാൻ. ഒരിക്കൽ ചാൻസ് കിട്ടിയാൽ അവർ അത് ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്: ഈ സീസണിൽ ആഴ്സണൽ അതേ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കും? അതല്ല എന്നുണ്ടെങ്കിൽ ഫൈനലിൽ ലാസ്റ്റ് വരെ സ്ട്രോങ് ആയി നിന്ന് ടൈറ്റിൽ നേടുമോ? നിങ്ങളൊരു യഥാർത്ഥ ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഒരു വട്ടം കൂടി ആഴ്സണൽ ലീഗ് കപ്പ് എടുക്കണം എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. പക്ഷെ സിറ്റി വിട്ടുകൊടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.